ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഹോണ്ടയുടെ ഗ്ലാമർ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണ കംപ്ലൈൻറ്റ് ചെയിൻ ലൂസായിട്ട് അടിക്കുന്ന സൗണ്ട് ഉണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു സ്റ്റേയുടെ സ്ക്രൂ പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇടണം. വണ്ടി ഓടിച്ചു നോക്കണ എസ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, വാട്ടർ സർവീസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ചെയിൻ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. അത് കൂടാതെ കൊണ്ട് എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ സൗണ്ട് വ്യത്യാസമുണ്ട്. നമ്മൾ ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഓയിൽ ലെവൽ കണ്ടില്ല. അതാണ് ഓയിൽ ഊറ്റി നോക്കിയതാണ്. ആകെ നമുക്ക് അതിനകത്തുള്ളത് ഒരു 50 മില്ലി ഓയിൽ പോലും ഇല്ല, കഷ്ടി ഉള്ളൂ. അപ്പോൾ നിലവിൽ സംഭവിച്ചത് എന്നു വെച്ചാൽ ഇപ്പോൾ നിലവിൽ വണ്ടിയുടെ എഞ്ചിൻ സൗണ്ട് മാറിയേക്കണത് ബെയറിങ്, ക്രാങ്ക് ഷാഫ്റ്റ് കാര്യങ്ങളൊക്കെ പോയേക്കണതാണ്. അത് നമ്മളിപ്പോൾ എഞ്ചിൻ അഴിച്ചു നോക്കിയാലാണ് നമുക്ക് എത്ര ചിലവ് ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. തൽക്കാലം നമ്മളതിൻ്റെ ഓയിൽ ഒഴിച്ച് സെറ്റ് ആകുന്നുണ്ട്. അപ്പം നിലവിൽ വരുമ്പോൾ വണ്ടി കാര്യമായിട്ടുള്ള പുക കാണിച്ചിട്ടുണ്ടാവില്ല. കാരണം വണ്ടിയിൽ പുക വരണമെന്നുണ്ടെങ്കിൽ ഓയിൽ കയറി കത്തിയാലാണ് പുക വരുള്ളൂ. ആ ഓയിൽ നിലവിൽ ഇതിനകത്തില്ല. അപ്പോൾ ആ രീതിയിൽ ഓടിയത് കൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ ഓയിൽ ഫില്ല് ചെയ്ത് വണ്ടി ഓടിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്ന സമയത്ത് സൈലൻസറിൽ നിന്ന് വെള്ള കളറിൽ പുക വരാനുള്ള സാധ്യത 90% ഉണ്ട് കേട്ടോ. അത് അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ നിലവിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്ത് നോക്കണം. കംപ്ലയിൻറ്റ്സ് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ അത് നോക്കി നമ്മുടെ പൈസ ഡേയ്സൊക്കെ നോക്കി അറേഞ്ച് ചെയ്തിട്ട് അത് അഴിച്ച് ക്ലിയറായിട്ട് അത് എഞ്ചിൻ ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അതിന് ഒരു പരിഹാര മാർഗ്ഗം അതേ ഉള്ളൂ. ഇപ്പോൾ തൽക്കാലം ഓയിൽ മാറ്റി നമ്മൾ റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ നമുക്കതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് മാറാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ സ്പോക്കറ്റ് സെറ്റപ്പ് ആയിട്ടാണ് നമ്മൾ മാറ്റണേ. അപ്പോൾ അതിനകത്ത് ഈ സ്പോക്കറ്റിൻ്റെ ബെയറിങ്ങും മാറണം. അതേപോലെ വീലിൻ്റെ റബ്ബർ മൊത്തം ചതഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റുന്നുണ്ട്. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനറും തീർന്നതാണ്. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് അടക്കം ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. വർക്ക് എന്തെങ്കിലും ഒരു 5:30-6 മണിക്കാകുമ്പോഴത്തേക്കാണ് തീരുള്ളൂ. കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.